Hi hello buddies, welcome back and this is me. അപ്പോൾ guys ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടപോലെ തന്നെ ബെസ്റ്റ് ലാപ്ടോപ്പ് അണ്ടർ 40K. അപ്പോൾ 4 ലാപ്ടോപ്പാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ലാപ്ടോപ്പാണെന്ന് മനസ്സിലാവും. അതിന് മുമ്പായിട്ട് ചാനൽ പുതിയതായിട്ട് കാണുന്ന ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ജസ്റ്റ് ആ ബെല്ലൈക്കനും കൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് വീഡിയോ കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് അവിടെ 40K 1000 ഒരുപാട് ലാപ്ടോപ്പ് അവിടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അതിൽ നിങ്ങൾ ഇന്റലിൻ്റെ ലാപ്ടോപ്പാണ് നോക്കുന്നതെങ്കിൽ അതിൽ 12th ജെന്നിന് മുകളിലോട്ടുള്ള ലാപ്ടോപ്പ് മാത്രമേ നോക്കാവൂ. ഒന്നെങ്കിൽ 12th ജെൻ താഴോട്ടുള്ളത് നോക്കരുത്. അതേപോലെ നിങ്ങൾ റൈസൻ്റെ ലാപ്ടോപ്പാണ് നോക്കുന്നതെങ്കിൽ 5000 ആ സീരീസ് വരുന്ന ലാപ്ടോപ്പേ നിങ്ങൾ നോക്കാൻ പാടുള്ളൂ. അതിൻ്റെ താഴോട്ടുള്ളത് നോക്കാൻ ഒരിക്കലും പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു മാക്സിമം ഒരു 8GB റാമെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിന് വേണം. അതിനുപരി SSD ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് Acer Essentia 50 എന്ന ലാപ്ടോപ്പാണ്. ആ ലാപ്ടോപ്പിന്റെ സ്പെക്ക് നോക്കുമ്പോൾ i3 12th ജെൻ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 8GB റാം 512GB SSD വരുന്നുണ്ട്. നോർമൽ യൂസേജിനൊക്കെ പറ്റിയ നല്ല ലാപ്ടോപ്പ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. എക്സാമ്പിൾ നമുക്കൊരു കോഡിംഗ് ഓഫീസ് വർക്കൊക്കെ നടക്കും, സിമ്പിളായിട്ട് ഇത് നടക്കും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, 50.6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5 to 6 hours ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഇന്റൽ USD ഗ്രാഫിക്സ് ആണ് വരുന്നത്. MS ഓഫീസ് ലൈഫ് ടൈം വാലിഡിറ്റിയും ഇതിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൾ നെസസറി ആയിട്ടുള്ള മിക്ക പോർട്ടും ഇതിൽ കിട്ടുന്നുണ്ട്. Type-C പോർട്ടും വരുന്നുണ്ട്. എനിവേ ഈ സ്പെക്കൊക്കെ വെച്ച് ഈ ലാപ്ടോപ്പ് നോക്കുമ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പ് ആണെന്ന് ഞാൻ കരുതുന്നു. പിന്നെ വരുന്നത് ഹോണറിന്റെ മാജിക് ബുക്ക് 40 എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിന്റെ സ്പെക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 4 ലാപ്ടോപ്പിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഹോണറിന്റെ മാജിക് ബുക്ക് 40. ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ ഒരു അലുമിനിയം മെറ്റൽ ബോഡിയാണ് കംപ്ലീറ്റ് വരുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മിക്ക ലാപ്ടോപ്പിലും പ്ലാസ്റ്റിക് ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്, ബട്ട് ഇതിൽ അലുമിനിയം ബോഡിയാണ് വരുന്നത്. സ്പെക്ക് നോക്കുമ്പോൾ റൈസന്റെ 5000 പ്രോസസ്സറാണ് വരുന്നത്. 5th ജനറേഷൻ ആണ്. 8GB റാം വരുന്നുണ്ട്. ബട്ട് റാം നമുക്ക് ഇതിൽ എക്സ്പാൻഡബിൾ അല്ല. 60GB റാം വേരിയന്റ് വരുന്നുണ്ട്. അത് നമുക്ക് പക്ഷേ പ്രൈസിൽ കുറച്ച് ഡിഫറൻസ് വരുമെന്നേ ഉള്ളൂ. 60GB റാം ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ 512GB ഒരു SSD വരുന്നുണ്ട്. അത് നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. ഡിസ്പ്ലേ നോക്കുമ്പോൾ 40 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതൊരു ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. ബാക്ക് ലൈറ്റിംഗ് കീബോർഡ് വരുന്നുണ്ട്. ഫിംഗർ പ്രിന്റ് ലോഗിൻ വരുന്നുണ്ട്. പിന്നെ ചാർജും പോപ്പ് ക്യാമറയും പിന്നെ നെസസറി ആയിട്ടുള്ള നമുക്ക് എല്ലാ പോർട്ടും ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ Type-C പോർട്ടും വരുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. അടുത്തയുടെ നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് Acer Aspire Lite എന്നൊരു ലാപ്ടോപ്പാണ് നമ്മൾ തേർഡ് ചൂസ് ചെയ്തിരിക്കുന്നത്. ബിൽഡ് ക്വാളിറ്റി നോക്കുമ്പോൾ ഒരു മെറ്റൽ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൊള്ളാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെറ്റൽ ബോഡി ഒക്കെ സെറ്റാണ്. സ്പെക്ക് നോക്കുമ്പോൾ Ryzen 5 പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 5th ജെൻ ആണ്. 60GB DDR4 റാം ഉണ്ട്. പിന്നെ എക്സ്പാൻഡബിൾ ആണ്. 32GB റാം വരെ നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. 512GB ഒരു SSD വരുന്നുണ്ട്. അതും നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. ഒരു 50.6 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 3 to 4 hours നമുക്ക് ബാറ്ററി ബാക്കപ്പ് കിട്ടും. പിന്നെ എല്ലാ നെസസറി പോർട്ടും ഇതിലും അവൈലബിൾ ആണ്. ഫോർത്ത് നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് HP-യുടെ 40S എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പാണ്. ആ ലാപ്ടോപ്പിന്റെ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലെ കീബോർഡ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ വന്ന പ്രോസസ്സർ എന്ന് പറയുന്നത് ഇന്റലിന്റെ i3 പ്രോസസ്സറാണ്. 12th ജെൻ ആണ്. 8GB റാം വരുന്നുണ്ട്. DDR4 ആണ്. എക്സ്പാൻഡബിൾ ആണ്. 512GB SSD വരുന്നുണ്ട്. ആ ഒരു SSD നമുക്ക് എക്സ്പാൻഡബിൾ ആണ്. 40 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ഇതിലും വരുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ആന്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. മിക്ക നെസസറി പോർട്ടും ഇതിലും അവൈലബിൾ ആണ്. 4 to 5 hours ഇതിലൊരു ബാറ്ററി ബാക്കപ്പും കിട്ടും. നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ 4 ലാപ്ടോപ്പിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ Acer Essentia 50 എന്ന ലാപ്ടോപ്പിന് 30,000 rupees ആണ് വരുന്നത്. ഇപ്പോൾ ഹോണർ മാജിക് ബുക്ക് 40ന്റെ പ്രൈസ് നോക്കാം. അതിന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 38,000 rupees ആണ്. നമ്മുടെ Acer Aspire Liteന്റെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ 38,000 ആണ്. അത് നമ്മുടെ ഓണർ മാജിക് ബുക്കിന്റെ പ്രൈസ് സെയിം റേറ്റ് തന്നെയാണ്. HP 40Sന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കി നോക്കാം. ഓൺലൈൻ പ്രൈസ് എന്ന് പറയുമ്പോൾ 40,000 ആണ് മാർക്കറ്റ് പ്രൈസ്. ലാപ്ടോപ്പ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നോക്കിയിട്ട് നിങ്ങൾക്ക് നോർമൽ യൂസേജിന് പറ്റിയ ഏത് ലാപ്ടോപ്പാണ് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കരുതുന്നു. എന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ നല്ല എല്ലാ കമൻറ്റുകളും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് അറിയിക്കുക. വേറൊന്നും പറയില്ല. ഇതേപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക. ദിസ് ഈസ് മി അതുൽ സൈനിങ്.